ഗാസ മുനമ്പിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുമ്പോൾ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ലോകമെമ്പാടും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നടന്ന അൽ ബഖ കഫേ ആക്രമണം ഇസ്രയേൽ സൈന്യം അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് തിരക്കേറിയ ഒരു ബീച്ച് ഫ്രണ്ട് കഫേയിൽ ഇസ്രയേൽ സൈന്യം 500 പൗണ്ട് ഭാരമുള്ള ബോംബ് ഉപയോഗിച്ചത് ഞെട്ടിക്കുന്ന വിവരമാണ്. ഈ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ വലിയ സ്ഫോടന തരംഗം സൃഷ്ടിക്കുകയും ആ പ്രദേശത്തെ ആകെ ചിന്നിച്ചിതറിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇത്തരം ഭീമൻ ബോംബുകൾ സൈനിക ക്യാമ്പുകളെയും സുപ്രധാന സൈനിക ലക്ഷ്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അൽ ബഖ കഫേയുടെ കാര്യത്തിൽ കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായവർ എന്നിവരെ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ കൂട്ടമായിരുന്ന ഒരു ജനവാസ കേന്ദ്രത്തിലാണ് ഈ ബോംബ് പ്രയോഗിച്ചത്. ഇത് തീർച്ചയായും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിൽ ഇത്രയും തീവ്രശക്തിയുള്ള ബോംബ് ഉപയോഗിക്കുന്നത് മിക്കവാറും നിയമവിരുദ്ധമാണെന്നും അതൊരു യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇസ്രയേൽ സൈന്യം ഉപയോഗിച്ച ഈ ബോംബ് അമേരിക്കൻ നിർമ്മിതമാണെന്ന് വിദഗ്ധർ വിലയിരുത്തിയിട്ടുണ്ട്.